ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു അടിപൊളി ക്യാരറ്റ് കേക്ക് തയ്യാറാക്കാം. ഓയിലൊന്നും ചേർക്കാണ്ട് ബട്ടറൊന്നും ചേർക്കാണ്ട് തന്നെ ഒരു അടിപൊളി കേക്ക് തയ്യാറാക്കാം. തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ക്യാരറ്റ് കേക്ക് ഓവൻ ഇല്ലാണ്ട് തന്നെ തയ്യാറാക്കാം കേട്ടോ. അതിനായി നമ്മളിവിടെ ഒരു 2 മീഡിയം സൈസ് ക്യാരറ്റ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തീരെ നൈസായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വലിയ ഗ്രേറ്റർ ആണെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ തീരെ നൈസായിട്ട് കിട്ടുന്ന ആ ഒരു ഗ്രേറ്റർ വെച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് 1 കപ്പോളം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാ 1 കപ്പ് ക്യാരറ്റ് നമ്മൾ ചിറകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സി ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിലും യൂസ് ചെയ്യാം. കൂട്ടത്തിൽ ഒരു 10 to 12 ആൽമണ്ട്സ് ബാദാമും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ഏലക്കായയുടെ കുരുവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയും ആൽമണ്ട്സും ഏലക്കായും നന്നായിട്ട് ഇവിടെ പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു 1/4 കപ്പ് നെയ്യാണ്, മെൽറ്റഡ് ആയിട്ട് തണുത്ത് നല്ല റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് പാല്, ചൂടില്ലാത്ത പാല്, തിളപ്പിച്ച ആറിയ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. നമ്മളിവിടെ തൈര് യൂസ് ചെയ്യുന്നില്ല, അപ്പം വിനാഗറാണ് അതിൻ്റെ പകരം യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങയുടെ നീര് യൂസ് ചെയ്യാം. പക്ഷേ നാരങ്ങയുടെ നീര് ആഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു നാരങ്ങയുടെ ഫ്ലേവർ വരും. അതുകൊണ്ടാണ് ഞാൻ വിനാഗർ ആഡ് ചെയ്യുന്നത്. ശേഷം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കാം. നമ്മൾ ഓവനിലല്ലല്ലോ തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. ഒരു റിങ് ഇറക്കി കൊടുത്തതിന് ശേഷം ലിഡ് ക്ലോസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ യൂസ് ചെയ്യാം, കടായി യൂസ് ചെയ്യാം, എന്താണെന്നുള്ള സൗകര്യം അതനുസരിച്ച് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പാലും നെയ്യിലോട്ട് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര മിക്സറും നമുക്ക് ആഡ് ചെയ്ത് ലംസ് ഒന്നും കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അരിപ്പയിലോട്ട് നമുക്ക് 1 കപ്പ് ഗോതമ്പ് മാവ്, ഞാൻ ഈ ഒരു കേക്ക് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ് മാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് മാവ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് നമ്മുടെ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് പൊടിയും കൂടെ തയ്യാറാക്കുമ്പോൾ മിൽക്ക് പൗഡർ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഗോതമ്പ് മാവിൻ്റെ ആ ഒരു ചുവ ഉണ്ടാവില്ല കേട്ടോ. അപ്പം തീർച്ചയായിട്ടും മിൽക്ക് പൗഡർ യൂസ് ചെയ്തോളൂ. അതിലോട്ട് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് തെള്ളിയെടുത്തതിന് ശേഷം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലംപ് ഫ്രീ ആയിട്ട് നമുക്ക് കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ഈ ഒരു മാവ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട്സ് കേക്ക്, അതായത് പംകിൻ കേക്കോ അല്ലെങ്കിൽ ക്യാരറ്റ് കേക്കോ അല്ലെങ്കിൽ എന്താ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് ഡേറ്റ്സ് കേക്കോ അങ്ങനെയൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ബാറ്റർ തിക്ക് ഒരു കൺസിസ്റ്റൻസിലാണ് റെഡി ആവേണ്ടത്. അല്ലെങ്കിൽ ലൂസ് ഒരു കൺസിസ്റ്റൻസി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അടിയിലോട്ട് കുഴിഞ്ഞു പോകും, അല്ലെങ്കിൽ അടിയിലോട്ട് പൊന്തി വരാതെ അടിയിലോട്ട് താന്നു പോകുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിക്ക് കൺസിസ്റ്റൻസിലാണ് നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കുന്നത്. അപ്പോൾ തന്നെ നോക്കിക്കോളും, നമ്മുടെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എക്സ്ട്രാ പാലൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്പാച്ചുല ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നോക്കിക്കോളൂ, ആ ഒരു തിക്നെസ്, നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു കേക്ക് ടിൻ എടുക്കാം. ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഒന്ന് ലൈനപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം എയർ ബബിൾസ് ഒന്ന് റിലീസ് ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഭംഗിക്കായിട്ട് നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ബാദാമും. ശേഷം നമുക്ക് അതിൻ്റെ മേലെ കുറച്ചുകൂടെ കാണാനൊരു ഭംഗിക്കായി കാഷ്യൂനട്ടും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ബേക്ക് ആയാൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവൻ സെറ്റപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ കേക്ക് ടിൻ ഇതിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് ഒരു 30 to 35 മിനിറ്റ്സ് നമുക്ക് ഇത് ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഈ ഒരു ലിഡിന് നമുക്ക് ഹോൾ ഉണ്ടെങ്കിൽ അതുമേ ഇതുപോലെ ഒരു കുഞ്ഞ് നമ്മുടെ ഗ്രാമ്പ് ഒന്ന് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആട്ടപ്പൊടി ഒന്ന് കുഴച്ച് ഒന്ന് ക്ലോസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 35 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം.
ഒരു 35 മിനിറ്റ്സിന് ശേഷം ലിറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് നമ്മുടെ കേക്ക് ബേക്കായി നോക്കാം. നല്ല നല്ല എന്താ പറയുക, നല്ല അറോമ വരുന്നുണ്ട്. അത് ക്യാരറ്റിൻ്റെ ഒക്കെ ആ ഒരു നെയ്യ് ചേർത്തുള്ള ക്യാരറ്റിൻ്റെ നമ്മുടെ പ്രത്യേകിച്ച് ഹൽവയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഒരു ടൂത്ത് പിക്ക് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ബേക്ക് ആയിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തണുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡ്സ് എല്ലാം ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റിയതിന് ശേഷം നോക്കിക്കോളൂ, പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആയി വന്നിട്ടുണ്ട്. ഓവൻ ഇല്ലാണ്ട് തന്നെ നമ്മൾ ഒരു കടായിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ആ ഒരു സൈഡ്സും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സ്പഞ്ചി ആയിട്ടാണ് റെഡി ആയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൂപ്പർ ടേസ്റ്റി ഡിലീഷ്യസ് യമ്മി ആയിട്ടുള്ളൊരു നമ്മുടെ ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സ്പഞ്ചിനെസ് നോക്കിക്കോളൂ. നമ്മൾ ഗോതമ്പ് മാവ് കൊണ്ട് തയ്യാറാക്കിയാലും വളരെ സോഫ്റ്റ് ടെക്സ്ചറിലാണ് നമ്മുടെ ഈ ഒരു കേക്ക് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നോക്കിക്കോളൂ, ആ ഒരു മുറിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഉള്ളിലത്തെ ഭാഗം നോക്കിക്കോളൂ, നല്ല ഒരു നെറ്റ് പോലെ തന്നെ നല്ല ലെയർഡ് ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ ടേസ്റ്റി മോയ്സ്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ഈ ഒരു കേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.